Hi dears, welcome back to our YouTube channel. This is teacher Hridya. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇറ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ടീച്ചറുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യു ആർ എ റിപ്പോർട്ടർ ഫ്രം ദ ഫ്രീഡം ടൈംസ്. റൈറ്റ് എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദ ഹിസ്റ്റോറിക് ഇവന്റ് ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ബേസ്ഡ് ഓൺ ജവഹർലാൽ നെഹ്റു സ്പീച്ച് ഡ്രസ് വിത്ത് ഡെസ്റ്റിനി. അപ്പോൾ ഫ്രീഡം ടൈംസ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാണ്. ഈ ഹിസ്റ്റോറിക് ഇവൻറ്റിനെ നമ്മളെങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് നോക്കാം. ഓക്കെ, ഇന്ത്യ അവേക്സ് ടു ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അപ്പോൾ നമുക്കൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ഭയങ്കര ക്യാച്ചി ആയിരിക്കണം. ഇത്ര ലെങ്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇന്ത്യ അവേക്സ് ടു ഫ്രീഡം എന്ന് കൊടുക്കാം, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് കൊടുക്കാം, ഇന്ത്യ വിൻസ് എന്ന് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എന്തായിരിക്കണം, ആ ഹെഡിങ് വായിച്ചാൽ നമുക്ക് എന്താണ് കണ്ടന്റ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെന്താണ്, ഇത് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ. നെക്സ്റ്റ് എന്താണ്, അത് ഏത് സ്ഥലത്താണ് നടന്നത്, അത് ഏത് ഡേറ്റിലാണ് നടന്നത്. നമുക്ക് ഡേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ എഴുതാം, സ്ഥലമായാലും അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് തന്നിട്ടില്ല, ഇപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം അല്ലേ, അപ്പോൾ അത് അവിടെ മെൻഷൻ ചെയ്തു. ഇന്ത്യ became free from British rule at midnight on August 15, 1947. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഡെലിവേർഡ് ഹിസ് ഫേമസ് സ്പീച്ച് ട്രിസ് വിത്ത് ഡെസ്റ്റിനി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഫേമസ് സ്പീച്ച് ഡെലിവർ ചെയ്തു, സംസാരിച്ചു. In his speech, he spoke about the nation's long struggle for independence and the dream of many freedom fighters. ആ ഒരു സ്പീച്ചിൽ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എന്താണ് ഈ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ആഗ്രഹമായിരുന്നു, ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഈ കാര്യങ്ങൾ എന്നൊക്കെയാണ് സംസാരിച്ചിരുന്നത്. He said that this was a time to take a pledge to serve the country and make it strong and united. ഈ ഒരു സമയത്താണ്, ഇപ്പം സമയം എത്തിയിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും പ്ലഡ്ജ് ചെയ്യാം. എങ്ങനെ പ്ലഡ്ജ് ചെയ്യാം? ഈ രാജ്യത്തെ നമ്മൾ സേവ് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ആക്കി അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാമെന്നും എല്ലാം നമുക്ക് പ്ലഡ്ജ് ചെയ്യാം. Nehru also paid tribute to Mahatma Gandhi, the greatest leader of their time, who led the freedom movement through truth and non-violence. സത്യത്തിലൂടെയും അഹിംസയിലൂടെയും ഈ ഫ്രീഡം മൂവ്മെന്റിനെ ഇത്രയും നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് മഹാത്മാഗാന്ധിയും അദ്ദേഹം അവിടെ ആചരിക്കുന്നുണ്ട്. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നുണ്ട്. He reminded the people that freedom brought new duties and responsibilities. അല്ലേ, നമുക്ക് അതിൽ പറയുന്നുണ്ട് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, ഒരു പുതിയ ഡ്യൂട്ടീസും പുതിയ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് കൊണ്ടുതരുന്നത്. ദ ഹോൾ നേഷൻ സെലിബ്രേറ്റഡ് വിത്ത് ലൈറ്റ്, സോങ് ആൻഡ് ജോയ് as ഇന്ത്യ ബിഗിൻ ഇൻ ന്യൂ ജേർണി ഓഫ് ഹോപ്പ് ആൻഡ് പ്രോഗ്രസ്. അപ്പോൾ എല്ലാ നേഷൻസും എന്നാണ് ലൈറ്റ്സും സോങ്സും ഒക്കെ വെച്ചിട്ട് ഇന്ത്യ ഒരു പുതിയ ജേർണി അവിടെ അല്ലെങ്കിൽ പുതിയൊരു ഹോപ്പ് അവിടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആരും ഇത് കണ്ട് പേടിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ എന്ത് കാര്യമാണോ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ എഴുതാനും അതുപോലെ തന്നെ ഈ പറയുന്നത് ഒരു ബോക്സിലാക്കാനും, എക്സാം ടൈമിൽ ഇത് എഴുതുമ്പോൾ ഒരു ബോക്സിൽ എഴുതാനും മറക്കണ്ട. അത്രയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാമേ.